ദേവാലയ ആശീർവാദം നടന്നു. പടിഞ്ഞാറേക്കല്ലട വലിയപാടം മരിയാപുരം മരിയാംബിക ദേവാലയത്തിലാണ് ആശീർവാദം നടന്നത്. പടിഞ്ഞാറേക്കല്ലട വലിയപാടം മരിയാപുരം മരിയാംബിക ദേവാലയത്തിലാണ് ദേവാലയ ആശീർവാദം നടന്നത്. കൊല്ലം രൂപത മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ശരിക്കും ദേവാലയത്തിലെ അൾത്താരയിലുണ്ടായിരുന്ന അഗ്നി ഒരു മിനിറ്റില് പ്രത്യേകമായിട്ട് ഒളിച്ചു വെച്ചിരുന്നതിനെ കുറിച്ച് നെഹേമ്യ പുസ്തകം നമ്മളോട് പറയും. അത് തിരികെ കൊണ്ട് അൾത്താരയിലേക്ക് ഒരുപോലുള്ള ഗ്രാമമുള്ളത് അഗ്നിയായിട്ട് പടരുന്നതിനെ കുറിച്ച് പറയും. ഇതൊക്കെ സൂചനകളാണ്. ദൈവം തൻ്റെ സാന്നിധ്യം തുടരുന്നു, അത് ശക്തമായി തുടരുന്നു എന്നുള്ളതാണ്. മന്ത്രി PC വിഷ്ണുനാഥ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യനായ MLAയും മറ്റു ജനപ്രതിനിധികളും ഒക്കെ സംസാരിക്കാനുണ്ട്. എനിക്ക് മറ്റൊരു ചടങ്ങിലും പങ്കെടുക്കണം. ഞാൻ ഈ ചുമതലയൊക്കെ ഏറ്റെടുത്ത ബഹളത്തിൽ നിൽക്കുന്ന സമയത്താണ് പോസ്റ്റവും സഹപ്രവർത്തകരും വന്ന് ഈ കുദാശയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് പടിഞ്ഞാറേക്കല്ലട കാരാളിമുക്കും പട്ടകടവും ശാസ്താംകോട്ടയും എല്ലാം നമ്മുടെ പ്രദേശമായതുകൊണ്ട് എത്രയോ തവണ രാത്രിയും പകലുമെല്ലാം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്, ഇടമാണ് എന്നതുകൊണ്ട് ഞാൻ മറ്റു ചില പരിപാടികളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും ഞാൻ അതെല്ലാം ക്രമീകരിച്ച് ഇവിടെ എത്തിച്ചേരാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു. നിർമ്മാണ കമ്മിറ്റി അംഗം ജോൺ പോൾ സ്റ്റഫ് സ്വാഗതം പറഞ്ഞു. ഉല്ലാസ് കോവൂർ MLA, പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് J അംബികകുമാരി, തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് പട്ടകടവ്, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസഡ് ആന്റണി, ഫാദർ ജെയ്സൺ ജോസഫ്, ഫാദർ ആന്റണി ബെൻ, വിജയ നിർമ്മല, പ്രീത പ്രസാദ്, പ്രമീള കുമാരി, ആന്റണി P എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.